അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. തന്റെ ദാസന് അല്ലാഹു മതിയായവനല്ലയോ? അവന് പുറമെയുള്ളവരെപ്പറ്റി അവർ നിന്നെ പേടിപ്പിക്കുന്നു. വല്ലവനെയും അല്ലാഹു പിഴവിലാക്കുന്ന പക്ഷം അവന് വഴികാട്ടാൻ ആരുമില്ല. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇവരുടെ പ്രാർത്ഥനകളിലൊക്കെ ഇനി ഒരങ്ങേറ്റത്തെ വിനയം. ഇനി എന്താ വേണ്ടത്? ഓരോ രൂപത്തിലും അവർ ഓരോ കാലഘട്ടത്തിൽ ഓരോ പാട്ടുകൾ ഇറക്കുമ്പോ, ഓരോ സീഡികൾ ഇറക്കുമ്പോ പല രൂപത്തിൽ പലരെയും വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ് കാണുന്നത്. എന്തുമാത്രം കരഞ്ഞുകൊണ്ടാണ് അതാ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചിരിക്കുന്നു. ആരെയാണ് വിളിച്ചു തേടുന്നത്? തിരുവനന്തപുരത്തുള്ള ഭീമാ ബീവിയെ ഉമ്മച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ വിളിച്ച് കരയുകയാണ്. എന്റെ കരച്ചിൽ കേൾക്കുന്നില്ലേ ഉമ്മ എന്നും പറഞ്ഞ് കരയുകയാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം ദീനാണോ? അമ്പിയാക്കളുടെ പാതയാണോ? മഹത്തുക്കളുടെ പാതയാണോ? ആരാണിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളായ ആളുകൾ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ മഹാത്മാക്കൾ തന്നെ എന്ന് ഉറപ്പുള്ള ആരോടാവട്ടെ അവരാരാണ് വിളിച്ചു തേടിയത്? നിങ്ങൾ നോക്കൂ, എത്ര വിനയത്തോടെ, എത്ര ഗുരുതരമായ കാര്യങ്ങളാണ് അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി പാട്ടുരൂപത്തിൽ പ്രോത്സാഹനം നടത്തിയിട്ട് സീഡികൾ ഇറക്കുന്നു. ആ ഭീമാ ബീവിയെ വിളിച്ചുകൊണ്ട് തേടുന്ന ചില കുട്ടികളുടെ ആ പാട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. വരികൾക്കിടയിൽ നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകരുതെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. നിന്നോട് എന്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണ്. أغير الله تدعون إن كنتم صادقين. നബിയെ പറയുക, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിച്ചാൽ, അല്ലെങ്കിൽ അന്ത്യസമയം നിങ്ങൾക്ക് വന്നെത്തിയാൽ അല്ലാഹുവല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമോ? പറയൂ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. بل إياه تدعون فيكشف ما تدعون إليه إن شاء وتنسون ما تشركون. ഇല്ല, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം
ഏതൊരു വിഷമത്തിന്റെ പേരിൽ നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അതവൻ ദൂരീകരിച്ചു തരുന്നതാണ്. നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നവയെ നിങ്ങൾ അപ്പോൾ രോഗം തീരാ ദുഃഖവുമായി മുന്നിൽ വന്നു ഉമ്മച്ചാ. ഉമ്മായിൻ പോരിശ അറിഞ്ഞു ഞാൻ, ഉലയാത്ത കൽബുമായി വന്നു ഞാൻ. അഭയത്തിൽ കേഴുന്നു വേഴാമ്പലായി, ആലംബമാകണം പൊന്നുമ്മച്ചാ. ഉമ്മായിൻ പോരിശ അറിഞ്ഞു ഞാൻ, ഉലയാത്ത കൽബുമായി വന്നു ഞാൻ. അഭയത്തിൻ കേഴുന്നു വേഴാമ്പലായി, ആലംബമാകണം പൊന്നുമ്മച്ചാ. والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല, അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരുമാണ്. أموات غير أحياء وما يشعرون أيان يبعثون. ആ പ്രാർത്ഥിക്കപ്പെടുന്നവർ മരിച്ചവരാണ്, ജീവനുള്ളവരല്ല. ഏത് സമയത്താണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അവർ അറിയുന്നുമില്ല. കൽബിൻ മുറാദുകൾ തീർക്കണം ഉമ്മച്ചാ, കരളിലെ നോവുകൾ തീർക്കണം ഉമ്മച്ചാ. കൽബിൻ മുറാദുകൾ തീർക്കണം ഉമ്മച്ചാ, കരളിലെ നോവുകൾ തീർക്കണം ഉമ്മച്ചാ. കാവലായി മാറേണം ഭീമാ ഉമ്മച്ചാ, കാവലായി മാറേണം ഭീമാ ഉമ്മച്ചാ. ഉമ്മാ ഉമ്മാ ഭീമാ ഉമ്മച്ചാ, ഉരുകും മനമായി വന്നു ഉമ്മച്ചാ. ദിനം രോഗം തീരാ ദുഃഖവുമായി മുന്നിൽ വന്നു ഉമ്മച്ചാ. കേട്ടില്ല നിങ്ങൾ? എത്ര ഗുരുതരമായ വരികളാ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. താളമേളങ്ങളോടുകൂടി അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്കിന്റെ ഗാനമാണ് ഈ ആലപിച്ചത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്? മലീമലാദുൻ വലാ ഹിർസുൻ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മഹാനവറുകൾ പറഞ്ഞത്. എനിക്കൊരു രക്ഷാകേന്ദ്രവുമില്ല, എനിക്കൊരു അഭയകേന്ദ്രവുമില്ല. മനുഷ്യ, നിന്റെ കൽബിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവൻ അള്ളയല്ലേ? നാം ചിന്തിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീനിനോട് പറയും പോലെയല്ലേ പറയുന്നത്? കൽബിൻ മുറാദുകൾ തീർക്കണം എന്നാ ഉമ്മച്ചനോട് പറഞ്ഞത്.